ഇപ്പോൾ CPM സംസ്ഥാന സമിതി അംഗം അനിൽകുമാർ ടെലിഫോണിലുണ്ട്. ശ്രീ അനിൽകുമാർ, ഗൗരവത്തോടുകൂടി സർക്കാർ ഈ വിഷയം കാണേണ്ടതല്ലേ? കാരണം ഈ പെൻഷൻ, ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടികയിൽ കടന്നുകൂടിയിരിക്കുന്നത് 1458 സർക്കാർ ജീവനക്കാരാണ്. അതിൽ ഗസറ്റഡ് ഉദ്യോഗസ്ഥരുമുണ്ട്. ധനവകുപ്പ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇവർ കൈപ്പറ്റിയ പണമടക്കം തിരികെ വാങ്ങിക്കാനുള്ള നടപടികളിലേക്ക് പോകുന്നുണ്ട്. ആ നടപടിക്ക് അപ്പുറത്തേക്ക്, ഈ പണം തിരികെ പിടിക്കുന്നതിന് അപ്പുറത്തേക്ക് ഈ വിഷയത്തെ കാണേണ്ടതല്ലേ? 60 വയസ്സ് കഴിഞ്ഞവർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉള്ളത്. സ്വാഭാവികമായും അപേക്ഷിക്കുന്നവർക്ക് മാത്രമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുക. നിലവിലൊരു പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ സർവീസിലുണ്ടായിരുന്ന ആരെങ്കിലും അപ്രകാരം പുതുതായിട്ട് പെൻഷൻ അപേക്ഷിച്ച് അവർ മറ്റൊരു വരുമാനമില്ല എന്ന കാഴ്ചപ്പാടിൽ ഈ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ ക്രിമിനൽ കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തികച്ചും അവിശ്വസനീയമായ കാര്യങ്ങളാണ് ഇതിന്റെ ഭാഗമായി. മാത്രമല്ല ശ്രീ അനിൽകുമാർ, ഇവർക്കൊക്കെ എങ്ങനെ ഇത് ചെയ്യാൻ തോന്നുന്നു എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ അർഹരായ ആളുകൾക്ക് വളരെ തുച്ഛമായ പൈസ അല്ലെങ്കിൽ അവർക്ക് അവരുടെ കൈകളിലേക്ക് എത്തേണ്ടതാണ്. അപ്പോൾ ഈ പട്ടികയിൽ ഇപ്പോൾ ധനവകുപ്പ് കണ്ടെത്തിയിരിക്കുന്ന പട്ടികയിൽ ഈ ഗസറ്റഡ് ഉദ്യോഗസ്ഥരാണല്ലോ, അതിൽ ഈ കോളേജ് അധ്യാപകർ പോലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് മനസ്സിലാക്കുന്നത്. 62 ലക്ഷത്തോളം ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പെൻഷനിൽ ഇപ്രകാരം ഒരു പരിശോധന നടത്തുക എന്ന് പറയുന്നത് തന്നെ വളരെ ശ്രമകരമാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായുമ്പോഴാണ് ഇത്തരം ചില ആളുകൾ, കളങ്കമുള്ളവർ ഇത്തരം തെറ്റായ കാര്യങ്ങൾ ചെയ്തു എന്നുള്ള വിവരം നമ്മുടെ മുന്നിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് രാജ്യത്ത് മാതൃകയായ ഈ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി തെറ്റായ കാര്യങ്ങൾ ചെയ്ത മുഴുവൻ ആളുകളെയും ഒഴിവാക്കുക മാത്രമല്ല, മാതൃകാപരമായ നിയമ നടപടിക്ക് വിധേയരാക്കേണ്ടത്. അവർ വ്യാജരേഖ നിർമ്മിച്ചിരിക്കുന്നു. കാരണം അവർ 60 വയസ്സ് കഴിഞ്ഞാൽ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനം. ആ അപേക്ഷ തന്നെ അനർഹമാണ്, ഉത്തമ വിശ്വാസമില്ലാത്തതാണ്, യാതൊരു തരത്തിലും ന്യായീകരിക്കപ്പെടാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധന ഇക്കാര്യത്തിൽ ആവശ്യമാകും. ഇത്തരത്തിലുള്ള എല്ലാ തട്ടിപ്പുകളുടെയും സാഹചര്യങ്ങൾ ഒഴിവാക്കത്തക്ക വിധം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നല്ലത്. സർക്കാർ അതും നല്ല നിലയ്ക്ക് പരിശ്രമിക്കും എന്നുള്ളതാണ് കാണുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ അനിൽകുമാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.